ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വചനം എത്തിക്കുവാൻ, വചന വീഥി, കുടുംബങ്ങളുടെ കൂട്ടായ്മ, കുടുംബങ്ങളുടെ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, ജീവിതാനുഭവങ്ങൾ, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങൾ ഫാമിലി ഇൻസെറ്റ് എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് കാണാവുന്നതാണ്. കുഞ്ഞു കുട്ടികളുടെ കിഡ്സ് ഇൻസെറ്റ് അവരുടെ സ്നേഹത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ മാതൃക കൊച്ചുകുട്ടികൾ നമുക്കായിട്ട് പകർന്നു തരുന്ന നിമിഷങ്ങൾ, അവരുടെ നിഷ്കളങ്കമായ സ്നേഹം, അവരുടെ ഭാവിയിലേക്ക് വളരുന്ന ദൈവസ്നേഹത്തിൽ വളരുന്ന അനുഭവങ്ങൾ, അവരുടെ കഴിവുകൾ പങ്കുവയ്ക്കുന്നു കിഡ്സ് ഇൻസെറ്റ് എന്ന പ്രോഗ്രാമിലൂടെ. മെലഡി ഇൻസെറ്റ് സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ന്യൂസിലൻഡിൻ്റെ ഈ ഭാഗത്തു നിന്നും ദൈവത്തിൻ്റെ സ്നേഹം അലയടിക്കുന്ന ഗാനങ്ങളിലൂടെ, ഈ പ്രകൃതി ഭംഗിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ടെസ്റ്റിമണീസ്, സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക. ദൈവം നൽകിയ അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങൾ. ആ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുക. യുവതീവാക്കളുടെ പ്രോഗ്രാമുകൾ, ബൈബിൾ സ്റ്റോറീസ്, അങ്ങനെ പലവിധ പ്രോഗ്രാമുകളിലൂടെ DVNZ ഇതാ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത്. പ്രൈസ് ദി ലോർഡ്. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, DVNZന്റെ വചനവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനം നമുക്ക് ശ്രവിക്കാം. ഭോഷന്മാരായ ഗലീത്യക്കാരെ, യേശുക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കെ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഇത് മാത്രം നിങ്ങളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലോ അതോ വിശ്വാസത്തിൻ്റെ അനുസരണം നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം ഭോഷന്മാരാണോ നിങ്ങൾ? നിങ്ങൾ സഹിച്ചവയെത്രയും വ്യർത്ഥമായിരിക്കുന്നുവോ? തീർത്തും വ്യർത്ഥം. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചതുകൊണ്ടോ? അബ്രഹാം തന്നെയും ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നിയമമാണോ വിശ്വാസമാണോ വലുത്? ഈ വിശ്വാസ വർഷത്തിൽ മാർപ്പാപ്പ നമ്മോട് പറയുന്ന വലിയൊരു കാര്യം എന്താണ്? ഓപ്പൺ ദ ഡോർ ടു ക്രൈസ്റ്റ്. വിശ്വാസ വർഷം നാം നമ്മുടെ വാതിലുകൾ ക്രിസ്തുവിനായി തുറന്നു കൊടുക്കുക. നാം വിശ്വസിക്കുന്ന യേശു, അത് നിയമം മൂലമാണോ നാം വിശ്വസിക്കുന്നത് അതോ വിശ്വാസം മൂലമാണോ? അതാണ് പൗലോസ് ശ്ലീഹ ഗലാത്യക്കാരെ ഭോഷന്മാരായിട്ട് വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്താണ് സ്വീകരിച്ചത്? ആത്മാവിൽ നിന്ന് സ്വീകരിച്ചത് നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലാണോ? നിയമത്തിൻ്റെ അനുഷ്ഠാനത്താലാണെങ്കിൽ അവ ഒരിക്കലും നന്മയിലേക്ക് നയിക്കുന്നതല്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ വീണ്ടും പറയുന്നുണ്ട്, നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതീയരായ പാപികളായിട്ടല്ല. എന്നിരിക്കലും നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ അല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നിയമാനുഷ്ഠാനം വഴിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് നാം തന്നെയും നീതീകരിക്കപ്പെടേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് പൗലോസ് ശ്ലീഹ നമ്മോട് പറയുക. അപ്പം നമ്മുടെ എല്ലാം ജീവിതം എടുത്തു നോക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ചുറ്റും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നാം എല്ലാം നിയമാനുഷ്ഠാനത്തിൽ വളരെയധികം നിർബന്ധമുള്ളവരാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇപ്പോൾ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന കാര്യത്തിലും അല്ലെങ്കിൽ കുർബാനയുടെ കാര്യത്തിലും
അല്ലെങ്കിൽ മറ്റ് ഭക്താനുഷ്ഠാനങ്ങൾ, നൊവേന, കൊന്ത നമസ്കാരം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നിയമാനുസൃതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ അതിന് ജീവനില്ല. വിശ്വാസത്താലാണോ നാം ചെയ്യുന്നതെങ്കിലോ അതിന് ജീവനുണ്ട്. അല്ലെങ്കിൽ എന്താണ്, നാം ജോലി ചെയ്യുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, ജോലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ്സ് നമുക്കില്ല. കാരണം എന്താ, അതെനിക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്നു, റൊട്ടീൻ. നമ്മൾ സാധാരണ പറയല്ലേ, റൊട്ടീനായിട്ട് അങ്ങ് ചെയ്യുന്നു. രാവിലെ ചെല്ലണം, മെക്കാനിക്കിനെ പോലെ ചെയ്യുന്നു, ഓരോ കാര്യങ്ങൾ അതനുസരിച്ച് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ചെയ്തു പോകും. അപ്പം അങ്ങനെ ചെയ്തു പോകുമ്പോൾ എന്തിനാണ് ചെയ്യുന്നത്? നിയമാനുസൃതം ചെയ്തേ പറ്റൂ. അപ്പം അങ്ങനെ നിയമാനുസൃതമാണോ നമ്മളുടെ ഭക്താഭ്യാസങ്ങൾ, നാം സ്വീകരിക്കുന്ന കൂദാശകൾ, അല്ലെങ്കിൽ നാം ദൈവമായിട്ടുള്ള ബന്ധം നിയമത്തിൻ്റെ പേരിലാണ്? നിയമത്തിൻ്റെ പേരിലാണെങ്കിൽ അതിന് ജീവനില്ല. ഈ തടിയും മരമൊക്കെ നമ്മൾ വെച്ചിട്ടില്ലേ നമ്മുടെ റൂമുകളിലെല്ലാം, അതെല്ലാം ഇങ്ങനെ നിയമാനുസൃതം ഓരോ ഇന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്നു. അതങ്ങനെ അവിടെ ഇരിക്കും, അതിന് ഒരു മാറ്റവുമില്ല. നാം അങ്ങനെയുള്ള മനുഷ്യരാണ്, ദൈവിക ജീവനിൽ വളരേണ്ടവരാണ്. അതുകൊണ്ട് ആ വിശ്വാസ വർഷത്തിൽ യേശു പറയുക, നാം എത്രമാത്രം വിശ്വാസത്തിലേക്ക് കടന്നു വരണം. അതായത് നമ്മുടെ വിശ്വാസം ഏറ്റെടുത്ത് പറയേണ്ട നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതം തന്നെ. ഇപ്പൊ പ്രിയമുള്ളവര്, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹം, ഈ സമൂഹത്തിൽ എത്രമാത്രം നമുക്ക് ആ വിശ്വാസ തീക്ഷ്ണതയുണ്ട്. നമ്മളെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നു, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ ഇടപെടുന്നില്ലേ? അപ്പോഴെല്ലാം യേശു നമ്മോട് പറയുന്നത് എന്താണ്? ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നത് വരെ നിയന്ത്രണാതീതരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകരായിരുന്നു. ഇപ്പോഴാട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകന് അധീനരല്ല. ക്രിസ്തു കടന്നു വരുന്നത് വരെ, ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുന്നത് വരെ നിയമാനുഷ്ഠാനത്തിലാണ് എല്ലാവരും മുറുകെ പിടിച്ചിരുന്നത്. തീർച്ചയാണ് ക്രിസ്തു കടന്നു വന്നപ്പോഴോ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നമ്മെ നയിച്ചു. ക്രിസ്തു ലോകത്തിൽ നിന്നും കടന്നു പോകുമ്പോഴോ ആ സമയം ക്രിസ്തു തന്നെ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്കൊരു സഹായകനയക്കും, ആ സഹായകൻ നിങ്ങൾക്ക് എപ്പോഴും സഹായമായി തന്നെ നിൽക്കും. അപ്പൊ അവിടെ നിയമാനുഷ്ഠാനമായിട്ടല്ല കർത്താവ് നമ്മോട് പറയുന്നത്. പിന്നെ എന്താണ്? വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കൂടുതൽ വളരാനാണ്. എത്രമാത്രം നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്? എത്രമാത്രം നമ്മുടെ വിശ്വാസം ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്? ആ വാതിൽ തുറന്നു കൊടുക്കാൻ ക്രിസ്തുവിന് വേണ്ടി, ഓപ്പൺ ദ ഡോർ ടു ക്രൈസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിന്റെ വാതില് നാം തുറന്നു കൊടുത്തിരിക്കുന്നത് ഈ വിശ്വാസ തലത്തിൽ വളരാൻ വേണ്ടിയാണോ? അത് നമുക്ക് സാധിച്ചിട്ടുണ്ട്? പലപ്പോഴും നമ്മുടെ ഹൃദയം നമ്മൾ തുറന്നു കൊടുത്തിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ വാതിൽ, ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് പലതിനും തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിൻ്റെതായ വഴികളിലൂടെ കടന്നു ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിന്റെ വ്യഗ്രതകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. മദ്യപാനത്തിന് വേണ്ടി നമ്മുടെ വാതിൽ, നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ നമ്മൾ തുറന്നു കൊടുത്തില്ലേ? മധുരോത്സവം, മറ്റ് പാപത്തിൻ്റെതായ വഴിച്ചാലുകളിലൂടെ നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിലേക്ക് അതെല്ലാം വരാനായിട്ട് നമ്മൾ ആഹ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിന്റെ വാതിൽ കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് പകരം മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, ഈ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നാം തുറന്നു കൊടുത്തപ്പോൾ ക്രിസ്തുവിന് വേണ്ടി തുറക്കാൻ നമ്മൾ മറന്നു. അതാണ് ഈ വർഷം നാം പ്രത്യേകമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ ഹൃദയം ക്രിസ്തുവിന് വേണ്ടി തുറന്നു കൊടുക്കുക, ക്രിസ്തുവിനെ മാത്രം സ്വീകരിക്കുക, ക്രിസ്തുവിൻ്റെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക, ക്രിസ്താനുഭവം. അതല്ലേ തോമസ് അൽഗീസ് പറഞ്ഞത്? ആ ക്രിസ്താനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും പിന്നെ ഒരിക്കലും മറ്റുള്ള ഒരു കാര്യത്തിനും വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കില്ല. കാരണം ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വിശ്വാസ വർഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരാൻ സാധിക്കൂ. എന്താണ് വിശ്വാസം? കാണപ്പെടാത്തത്. കാണപ്പെടാത്ത ഒന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. കണ്ടിട്ടില്ല, പക്ഷെ യേശു കണ്ടതാണ്, യേശു അനുഭവിച്ചതാണ്.
ആ യേശുവാണ് നമ്മോട് പറയുന്നത് ദൈവമുണ്ട് എന്ന്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവവേദ്യമാക്കാനായിട്ട് യേശു നമ്മോട് ചേർന്ന് ഈ ലോകത്തിലായിരുന്നു, ഇന്ന് നമ്മോട് ചേർന്ന് പരിശുദ്ധ ബലിയിലൂടെ കർത്താവ് നമ്മെ നയിക്കുകയും. അപ്പൊ ആ യേശു അനുദിനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓർക്കുക, വിശ്വാസത്തിന്റെ വാതിൽ നമ്മൾ തുറന്നു കൊടുക്കുക. യേശുവിന് ഓപ്പൺ ദ ഡോർ ടു ക്രൈസ്റ്റ്. When Lord is coming to our hearts, He is always giving us His grace in our heart. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ ദൈവാനുഗ്രഹം, ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അതിനായിട്ട് നാം വിട്ടുകൊടുക്കണം. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ നിയമാനുസൃതമാണോ ഇപ്പോഴും ആ നിയമത്തിന്റെ ആ കെട്ടുപാടിലാണ്. നമുക്കറിയാം, കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ആ നിയമത്തിന്റെ വഴിയിൽ നമ്മൾ നടത്തും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ നല്ല വഴിക്ക് നടത്താൻ. ഓരോ എക്സസൈസ് ചെയ്യുമ്പോഴും അതിനോരോ നിയമങ്ങളില്ലേ? അല്ല, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ നിയമാനുസൃതമല്ലേ ചെയ്യുന്നത്? എന്തിനാണ്? ആ നിയമാനുസൃതം ചെയ്ത് അവസാനം നമുക്കറിയാം ഇതിന്റെ ആവശ്യമില്ലാതെ തന്നെ എനിക്ക് ചാടാൻ നമ്മൾക്കറിയാം, പട്ടിയെ ഒരു വളയം കൊടുത്തിട്ട് ചാടിക്കുന്ന സർക്കസുകാർ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, വളയം. അതൊരു വളയം ആ വളയത്തിലൂടെയാണ് ചാടിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചാടിക്കുന്നത്? പട്ടി അങ്ങനെ ചാടിച്ച് വളയില്ലാതെയും പട്ടി ചാടും. കുറച്ച് കഴിയുമ്പോൾ ആക്ഷൻ കാണിച്ചാൽ മതി, പട്ടി ചാടും. അപ്പം നിയമം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് വളരാൻ വേണ്ടിയുള്ള ചൂണ്ടുപലക. അപ്പോൾ വളരാനുള്ള ചൂണ്ടുപലക എപ്പോഴും നമുക്ക് ആവശ്യമില്ല. വളർന്നു കഴിഞ്ഞാൽ പിന്നെ ചൂണ്ടുപലകയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണം. നിയമം അതിനു വേണ്ടിയുള്ള നിയമം ആവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമുക്ക് വളരാൻ സാധിക്കൂ. യേശു നമുക്കായിട്ട് കടന്നു വരികയും യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളാണ്. അപ്പൊ യേശുവിനെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു ബോധ്യം, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നത് ഇത് ഇങ്ങനെയെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല, പിന്നെ എന്താണ്? യേശു എന്റേതാണെന്നുള്ള ബോധ്യം, ആ ബോധ്യ തലത്തിലേക്ക് നമ്മെ കർത്താവ് ആഹ്വാനം ചെയ്യാൻ, അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ നയിക്കുന്ന ആ ഒരു അനുഭവത്തിലേക്ക് ഓരോ നിമിഷം കടന്നു വരാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഞങ്ങൾക്കുണ്ടാകാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ തലത്തിലേക്ക് കടന്നു വരാൻ. എന്നെ കേൾക്കുന്ന നിങ്ങളും പ്രിയമുള്ളവരെ, ആരെല്ലാം കേൾക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നു അവരെല്ലാം ഇതാ സമർപ്പിക്കുന്നു. ഈ ടെലിവിഷൻ ചാനലിലൂടെ ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സ്പർശിക്കുകയാണ്. കർത്താവായ യേശുവേ, നീ അവരെ സ്പർശിക്കണമേ. വചനത്തിന്റെ ആഴത്താൽ അവരെ വളർത്തണമേ. വിശ്വാസത്തിന്റെ ആഴത്തിൽ അവരെ വളർത്തണമേ. നിനക്കായിട്ട് അവരുടെ ഹൃദയവാതിലുകൾ തുറന്നു തരാനുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ ആഴം ഇവർക്ക് കൊടുക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നെ സ്വീകരിക്കുവാൻ, നിന്നിലൂടെ വളരുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ. പലപ്പോഴായി കർത്താവായ യേശുവേ, ഞങ്ങൾ നിനക്കായിട്ട് വാതിൽ തുറന്നു തരാതെ മറ്റു പലതിനുമായ വാതിൽ തുറന്നു കൊടുത്ത നിമിഷങ്ങളുണ്ട്. പാപത്തിൻ്റെതായ വഴികളിലേക്ക്, പാപത്തിന്റെ ചേറ്റിലേക്ക് കടന്നു പോകുന്ന വഴികളിലേക്ക്, തെറ്റായ മാർഗങ്ങളിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കപ്പെട്ട നിമിഷങ്ങളുണ്ട് കർത്താവേ. അതിനെല്ലാം ഞങ്ങളിതാ മാപ്പപേക്ഷിക്കുന്നു. അതിൽ നിന്നെല്ലാം അകന്ന് നിനക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ ജീവിതത്തെ തരാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ, നന്മയിലേക്ക് നയിക്കപ്പെടാൻ, അങ്ങനെ നിന്റെ സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ കളിയാടുവാൻ നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് നീ ഞങ്ങളുടെ നാഥനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാനിതാ സമർപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവിൽ ഇനിയും കൂടുതൽ വിശ്വാസത്തിന്റെ ആഴത്തിൽ വളരാനുള്ള കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. DVNZ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചനാണ്. ജോർജ് പനക്കലച്ചനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയതിന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു ആഴ്ചയായി ന്യൂസിലൻഡിലെത്തുകയും ഇവിടെയുള്ള ജനങ്ങൾക്ക് വചനപ്രഘോഷണം നൽകുവാൻ അച്ഛൻ ഇടവരികയും ആയതുമൂലം ഞങ്ങൾക്ക് ഒരുപാട് ദൈവാനുഭവം പങ്കുവയ്ക്കുവാൻ സാധിച്ചു.
ന്യൂസിലൻഡിലെ ജനങ്ങളോട് അച്ഛന് പറയാനുള്ള ഒരു ആഹ്വാനമെന്ന് പറയാമോ? ന്യൂസിലൻഡിൽ ഏതാണ്ട് 3 ടൗണുകളിലായിട്ട് ധ്യാനം നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു 1.5 വർഷത്തിന് മുമ്പ് വന്ന് ഇവിടെ ധ്യാനം നടത്താനായിട്ട് ഇടയായിട്ടുണ്ട്. അതൊന്നും വളരെ വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് മലയാളികളായിട്ടുള്ളവർ വന്നിട്ടുണ്ട്. അനേകം പേര് വചനം കേൾക്കാനുള്ള വളരെ ദാഹമുള്ളവരാണ്. അവരവരുടെ ജോലിയും കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ സമയം വന്നിരുന്ന് വചനം കേൾക്കുന്ന ഒരു അനുഭവം, ദൈവവചനത്തിന് വേണ്ടി അവർ വളരെയധികം ദാഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെയുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, അവരുടെ ജോലിയുള്ളവർ ജോലിയുടെ വലിയ തിരക്കിൽ പെട്ട് ആ തിരക്ക് കാരണം അവർക്കുള്ള ടെൻഷനും അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. അല്ലാത്ത ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലി ഇല്ലാത്തതിൻ്റെ വിഷമത്തിൽ പ്രയാസപ്പെടുന്നവരുമുണ്ട്. 2 എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്. ജോലിയുള്ളവർ ജോലിയുടേതായിട്ടുള്ള ടെൻഷനിൽപ്പെട്ട് വിഷമിക്കുന്നു, ജോലി ഇല്ലാത്തവർ അതിൻ്റേതായുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളുമായി വളരെയധികം പ്രയാസപ്പെടുന്നു. ഇപ്പോൾ ഈ 2 മേഖലയിലും കഴിയുന്ന ആളുകളെയാണ് എനിക്ക് ഇവിടെ കണ്ടുമുട്ടാനായിട്ട് ഇടയായിട്ടുള്ളത്. തീർച്ചയായിട്ടും ജോലി തിരക്കിൽപ്പെട്ട് വിഷമിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ മനസ്സ് സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും കടന്നു വരണമെങ്കിൽ അത് യേശുവിനെ കേന്ദ്രമാക്കിയുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ജോലിയെ കേന്ദ്രമാക്കി എപ്പോഴും ചിന്തിക്കുവാനും എല്ലാം ഇടയാകുമ്പോൾ അവരിലെ ടെൻഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. എന്നാൽ ക്രിസ്തുവിനെ കേന്ദ്രമാക്കി അവരവരുടെ ജീവിതത്തെ മുഴുവനായിട്ടൊന്ന് കാണുകയും ആ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ മുഴുവനൊന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സമാധാനവും ശാന്തിയും തന്നെയല്ല മനോഹരമായ ഇതിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുകയും ചെയ്യും. ജോലിയില്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ പോലും അവർ യേശുവിനെ കേന്ദ്രമാക്കി തന്നെ ജീവിതത്തെ കാണുകയാണെങ്കിൽ അവർക്ക് ആ ജോലിയില്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും ആ സമയവും ദൈവോന്മുഖമായി അവർ ചെലവഴിക്കുന്നത് കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടതായി കാണാൻ ഇടയാകുകയില്ല എന്ന് മാത്രമല്ല, അവർ ആ ടൈമിലൂടെ ആത്മീയമായി വളരുകയും തന്നെയുമല്ല വളരെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇടപെടലും മൂലം അവർക്ക് അത്ഭുതകരമായി ജോലി ലഭിക്കുന്ന സംഭവങ്ങളും അനുഭവങ്ങളുമാണ് വാസ്തവത്തിൽ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടായിട്ടുള്ള പലരെയും ഇവിടെ കണ്ടുമുട്ടാൻ ഇടയാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മൊത്തമായി പറഞ്ഞാൽ ക്രിസ്തുവിനെ കേന്ദ്രമാക്കിക്കൊണ്ട് കാണുക, ചിന്തിക്കുക, ആ രീതിയിൽ ജീവിതത്തെ മുഴുവനും ഒന്ന് അറേഞ്ച് ചെയ്യുക, ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെയുള്ള ആൾക്കാർക്ക് ധ്യാനത്തിന് പങ്കെടുക്കുമ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയങ്ങളിലുള്ള ആ ഒരു ആത്മീയ ഉണർവ് തുടർന്ന് നിലനിർത്തുവാൻ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അച്ഛനൊന്ന് ഞങ്ങളോട് വിവരിക്കാമോ? ഇവിടുത്തെ ഈ തിരക്കിൻ്റെ വളരെയധികം വ്യഗ്രതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ പ്രെയർ ലൈഫിൽ നിന്ന് ഒരല്പം പിന്മാറ്റുന്നത്. കാരണം ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ല, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈ ബുദ്ധിമുട്ടുകൾ എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടണമെങ്കിൽ പ്രാർത്ഥന അനുഭവം ഉണ്ടാകണം. പ്രയറിലൂടെ മാത്രമേ നമുക്ക് ആത്മീയമായി ശക്തി പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എങ്ങനെ
ഈ അനുദിന ജീവിതത്തിൽ പ്രാർത്ഥന പ്രായോഗികമാക്കാൻ കഴിയും എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണത്. അപ്പോൾ അതിനുള്ള പല മെത്തേഡുകളും ഉണ്ട്. ഒന്ന്, കുടുംബത്തിൽ തന്നെയുള്ള പ്രാർത്ഥന അവർക്ക് ഒന്ന് ക്രമീകരിച്ചെടുക്കുവാനായിട്ട് അവർ സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. കുടുംബ പ്രാർത്ഥനയെ ഒന്ന് ശക്തിപ്പെടുത്തുക. അതിന് ഭാര്യയും ഭർത്താവും ഒരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ളൊരു സമയം തീർച്ചയായിട്ടും അവരുടെ വേദിയിൽ അവർക്ക് കണ്ടെത്താൻ കഴിയും. പിന്നെ ദേവാലയത്തിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ, അതും തീർച്ചയായിട്ടും ഇവിടെ നല്ല സൗകര്യങ്ങളുണ്ട്. അത് ഒരു പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതിലൂടെയും അവർക്ക് ദൈവം അവരുടെ ആത്മീയത വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് അവരുടെ പേഴ്സണൽ പ്രെയറിൽ കൂടുതലായിട്ട് രാജ്യത്തിന് വേണ്ടിയും ഭരണകർത്താക്കൾക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ പല മേഖലകളിൽ വിഷമിക്കുന്ന വിശ്വാസം നകന്നു പോയിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ഓർത്ത് തുടർച്ചയായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും അവരും രാജ്യവും ആത്മീയമായിട്ട് വളരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കത്തോലിക്ക സഭയിൽ വിഗ്രഹാരാധനയിൽ നമ്മൾ വിഗ്രഹങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിലും നമ്മൾ പള്ളികളിലുമെല്ലാം രൂപങ്ങളുമെല്ലാം വയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ്റേതായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് വ്യക്തമാക്കാം. വിഗ്രഹാരാധന ബൈബിള് പൂർണ്ണമായിട്ടും വിലക്കിയിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ പ്രമാണങ്ങളിലും നിയമാവർത്തന പുസ്തകത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിഗ്രഹാരാധന പാടില്ല എന്ന്. എന്നാൽ നമ്മൾ പള്ളിയിൽ രൂപം ഇരിക്കുന്നത് കൊണ്ട് അത് വിഗ്രഹമാകുന്നില്ല. വിഗ്രഹം നമ്മൾ ഒരു രൂപത്തെ നമുക്ക് രൂപം എന്ന് പറയുന്ന പല രീതിയിൽ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയെല്ലാം ഉണർത്തുന്ന ഒന്നാണ്. രൂപം ഒരു സഹായിയാണ്, ആരാധനയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് രൂപത്തെ ആരും ആരാധിക്കുന്നതായിട്ട് നമ്മുടെ കത്തോലിക്ക സഭയിൽ അങ്ങനെ ആരും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദേവാലയത്തിലെ രൂപങ്ങൾ വിഗ്രഹങ്ങളാണ് എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ആരാധിക്കാൻ വേണ്ടി നമ്മൾ രൂപത്തെ ഉണ്ടാക്കുമ്പോഴാണ് അത് വിഗ്രഹാരാധനയായിട്ട് മാറുന്നത്. നമ്മൾ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല രൂപത്തെ ഉണ്ടാക്കുന്നത്. ആരാധനയ്ക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. രൂപത്തെ നമ്മളാരും വിഗ്രഹമായിട്ട് രൂപത്തെ ആരും തന്നെ വണങ്ങുന്നതായിട്ട് അങ്ങനെ വണങ്ങാനായിട്ട് സഭ പഠിപ്പിക്കുന്നില്ല. തന്നെയല്ല, വിഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് പകരമായി നമ്മൾ എന്തിനെ പ്രതിഷ്ഠിച്ചാലും വിഗ്രഹങ്ങളാണ്. അപ്പോൾ പണം, ഒരു ബൈബിൾ പറയുന്നുണ്ട് ദ്രവ്യാസക്തി തന്നെയായ വിഗ്രഹാരാധന. അപ്പോൾ പണം വിഗ്രഹമാകാം, മനുഷ്യൻ വിഗ്രഹമാകാം, സാധനങ്ങൾ വിഗ്രഹമാകാം, ഏത് സാധനത്തിനും വിഗ്രഹമാകാം. നമ്മളതിന് ദൈവത്തെക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അത് വിഗ്രഹമാകും. അല്ലാത്തതൊന്നും തന്നെ വിഗ്രഹങ്ങളല്ല. മദ്യപാനവും പുകവലിയും ഒരു രോഗമാണെന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് അല്ലാതെ ഇതൊരു പൈശാചിക ശക്തിയുടെ ഇടപെടലാണെന്നും ഞങ്ങൾ പല ധ്യാനങ്ങളിലെല്ലാം കൂടിയപ്പോൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അതിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഒരു മാർഗവും എങ്ങനെ തുടരണമെന്നൊന്ന് ഞങ്ങളൊന്ന് അറിയിക്കാമോ? ലഹരി പല കാരണങ്ങളാൽ ചിലർ ലഹരിയുടെ അടിമയായി തീരുന്നു. ഓരോ കാരണം അവരുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ മാതാക്കന്മാർ ഉപയോഗിക്കുന്നുണ്ടാകാം, സമൂഹത്തിൽ ചിലർ ഉപയോഗിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ളവരെ ഒരു മോഡലായിട്ട് കാണുന്നു. പേരൻസും അതുപോലെ സമൂഹത്തിലെ ചില അംഗങ്ങളും അത് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അവരെ പോലെ തന്നെ അത് ഉപയോഗിക്കാനും ഒക്കെയുള്ള ഒരു അനുകരണ
താല്പര്യം ചിലർക്ക് ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു തെറ്റാണ് എന്നൊരു ചോദ്യം പോലും മനസ്സിൽ ഉണർത്താതെ അതുവഴി തുടരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊരു ഹാബിറ്റായിട്ട് മാറുന്നു. മദ്യം വളരെ പെട്ടെന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ ഹാബിറ്റ് ഉണ്ടാക്കും. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ശരീരത്തിലെ ഏത് അവയവമാണോ ഇച്ചിരി ഡാമേജ് ആയിട്ടിരിക്കുന്നത് അതിനെ മദ്യം ആദ്യം കയറി പിടിക്കും. ഇപ്പോൾ തലച്ചോറാണെങ്കിൽ അതിനെ മദ്യം കയറി പിടിച്ചു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ, ബഹളമുണ്ടാക്കുന്ന സ്വഭാവം, അതുപോലെ ദുസ്വപ്നങ്ങൾ, അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഭയം, ഈ രീതിയിലുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുപോലെ തന്നെ മദ്യം കരളിനെ ആണ് ബാധിക്കുന്നതെങ്കിൽ കരൾ സംബന്ധമായ രോഗങ്ങൾ, വിശപ്പില്ലായ്മ, അതിരാവിലെ മഞ്ഞതിരാവ് ഓക്കാനിക്കുന്ന രീതിയിലുള്ള അവസ്ഥാവിശേഷം, ഇങ്ങനെയുള്ള പലതും ഉണ്ടാകും. കുടലിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അസിഡിറ്റി, വയറ്റുവേദന, ഇങ്ങനെയുള്ള പലതിലേക്കും അത് വഴിതെളിക്കുന്നു. ഏത് അവയവമാണോ തകരാറിലിരിക്കുന്നത് അതിനെ മദ്യം കാർന്ന് തിന്നും നശിപ്പിക്കും. മദ്യം ശരീരത്തിൽ വിഷമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുക. പക്ഷേ മദ്യം ശരീരത്തെ ബാധിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത് മനസ്സിനെയാണ്. നമ്മുടെ കോൺഷ്യസ് ലെവലിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ മദ്യം കഴിക്കുന്നത് വഴി നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് സപ്രസ് ചെയ്യപ്പെടുന്നു. അതേ തുടർന്ന് പിന്നെ ലഹരി പോയി കഴിയുമ്പോഴെല്ലാം തന്നെ വീണ്ടും സപ്രസ് ചെയ്ത കാര്യങ്ങൾ പൊങ്ങി വരുമ്പോഴെല്ലാം വീണ്ടും മദ്യപിക്കാനുള്ള താല്പര്യം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ശരീരത്തിനും മനസ്സിനും ഗുരുതരമായുള്ള തകരാറുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ലഹരിയെ തുടർന്ന് ലഹരി കഴിക്കുന്നത് വഴി നമ്മുടെ ആത്മീയ ജീവിതവും തകരാറിലായി തീരുകയാണ്. അത് കാരണം നമ്മുടെ ബോധമനസ്സിനെ മുഴുവനും അത് കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് മദ്യം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ശക്തമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. തന്നെയല്ല, വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, മദ്യപാനികൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മദ്യത്തെ എല്ലാ മേഖലയിൽ നിന്നുകൊണ്ടും നമ്മൾ കാണേണ്ടതാണ്. മദ്യത്തെ ആത്മീയ മേഖലയിൽ നമ്മുടെ ദൈവോന്മുഖമായിട്ടുള്ള വളർച്ചയെയും ആത്മീയ തീക്ഷ്ണതയെ നശിപ്പിക്കുന്ന ഒരു ഘടകമെന്നതിൽ കാണണം. നമ്മളെ ശാരീരികമായി തകർക്കുന്ന വിധത്തിൽ രോഗമെന്ന നിലയിൽ അതിനെ കാണാം. നമ്മളെ മാനസികമായ തലത്തിൽ തകർത്തുകൊണ്ട് അത് നമ്മുടെ കൂട്ടായ്മ ജീവിതത്തെ, കുടുംബജീവിതത്തെ അതിശക്തമായി അത് തകർത്ത് കളയും. അതുപോലെ നമ്മുടെ സോഷ്യൽ ലൈഫിനെ അത് ശക്തമായിട്ട് ബാധിക്കും. ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് നാശം വിതയ്ക്കുന്ന ഒന്നായിട്ടാണ് മദ്യം നിലനിൽക്കുന്നത്. അതിന് പിന്നാലെ പോയ അനേകം ആളുകൾ അവരാരും തന്നെ ആ ലെവലിൽ മുന്നോട്ട് പോയതിൻ്റെ ഫലമായി തകർന്ന് തരിപ്പണമായി തീർന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ് കാലഘട്ടങ്ങൾക്ക് പറയുവാനുള്ളത്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മളതിനെ കാണേണ്ടത്. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച ഡിവൈൻ്റെ ആദ്യകാല ഡയറക്ടറും ഡിവൈൻ ചാനലിൻ്റെ ചെയർമാനുമായ പനക്കലച്ചന് ന്യൂസിലൻഡിൽ നിന്നുള്ള DVNZ നന്ദിയും പ്രാർത്ഥനയും ഞങ്ങൾ നേരുന്നു. പനക്കലച്ചൻ്റെ തുടർന്നുള്ള ഇൻ്റർവ്യൂ അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.